അടുത്ത വിവരം, ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നത് എം ലിജു, കായംകുളം MLA ആയ എം ലിജുവിന് എക്സൈസ് വകുപ്പിനൊപ്പം സഹകരണം കൂടി നൽകുന്നു. അങ്ങനെ 2 വകുപ്പുകളുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. റോജി എം ജോൺ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാകുന്നു. എം ലിജു എക്സൈസിനൊപ്പം സഹകരണം കൂടി കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ PC വിഷ്ണുനാഥിന് സാംസ്കാരികവും സിനിമയും മാത്രമുള്ളോ, ടൂറിസം വകുപ്പ് ആർക്കാണ് നൽകുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. 21 മന്ത്രിമാരുടെ വകുപ്പുകൾ ഗവർണർക്ക് ഇതിനോടകം തന്നെ കൈമാറിയിട്ടുണ്ട്. അത് സത്യപ്രതിജ്ഞാ ചടങ്ങിന് തൊട്ട് മുമ്പാണ് അത് കൈമാറിയത്. സത്യപ്രതിജ്ഞാ ചടങ്ങിന് തൊട്ട് മുമ്പ് മുഖ്യമന്ത്രി നേരിട്ടല്ല, അല്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഗവർണർക്ക് ആ പട്ടിക കൈമാറുകയാണ് ചെയ്തിട്ടുള്ളത്. പോർട്ട്ഫോളിയോ 21 മന്ത്രിമാരുടെ പോർട്ട്ഫോളിയോ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് കൈമാറിയിട്ടുണ്ട്. അതിന്റെ വിജ്ഞാപനമാണ് ഇനി പുറത്തു വരേണ്ടത്. 2 വകുപ്പുകളിലാണ് തർക്കമുണ്ടായിരുന്നത്. അത് ഫിഷറീസും ഉന്നത വിദ്യാഭ്യാസവും തമ്മിലായിരുന്നു. ഫിഷറീസ് വകുപ്പ് ലീഗിന് നൽകിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസം ഏറ്റെടുക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചതാണ്. പക്ഷേ ഇതിനിടയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തമ്മിലുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. ഈ ഫിഷറീസ്, ഉന്നത വിദ്യാഭ്യാസം ഇത് വെച്ചുമാറുന്നതിലുള്ള തർക്കം മാത്രമേ യഥാർത്ഥത്തിലുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ചില വകുപ്പുകൾ ചില മന്ത്രിമാർക്ക് താല്പര്യമില്ല, എന്നാൽ ചില വകുപ്പുകളിൽ അവർക്ക് താല്പര്യമുണ്ട് താനും. അതോടൊപ്പം തന്നെ KC പക്ഷത്തിന് ചില വകുപ്പുകൾ വേണമെന്നുള്ള ആവശ്യവും ഉണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള തർക്കങ്ങൾ സത്യത്തിൽ ഉണ്ടായിരുന്നില്ലേ? അതുണ്ടായിരുന്നു നൗഫൽ. അത് KC പക്ഷത്തിന്റെ ഒരു ഇടപെടൽ കൂടി ഈ വകുപ്പ് വിഭജനം പൂർത്തിയാക്കാൻ ഇത്രയും കാലതാമസം എടുത്തതിന് KC പക്ഷത്തിന്റെ ഒരു ഇടപെടൽ കൂടി കാരണമായിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രി VD സതീശന് വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്. പൊതുഭരണത്തിനൊപ്പം തന്നെ അദ്ദേഹത്തിന് ധനകാര്യമുണ്ട്, തുറമുഖമുണ്ട്, അതുപോലെ തന്നെ നിയമമുണ്ട്. തുറമുഖ വകുപ്പ് അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്യണം നിർബന്ധം അദ്ദേഹം പിടിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് അത് കിട്ടുന്നത്. നിയമവകുപ്പ് അദ്ദേഹത്തിന് തന്നെ വേണം എന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. പക്ഷേ KC പക്ഷം അതിനോട് അനുകൂലമായ നിലപാടല്ല സ്വീകരിച്ചത്. മുഖ്യമന്ത്രി ഇത്രയും വകുപ്പുകൾ കൈയാളേണ്ട കാര്യമില്ല, അതിനകത്ത് നിയമവകുപ്പ് ഏറ്റെടുത്ത് കോൺഗ്രസിന്റെ ഒരു മന്ത്രിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നുള്ള വിലയിരുത്തലും നിലപാടുമാണ് KC പക്ഷത്തിനുണ്ടായിരുന്നത്. ആ സമ്മർദ്ദത്തിന് VD സതീശൻ വഴങ്ങാൻ തയ്യാറായിരുന്നില്ല. കാരണം ആ വകുപ്പുകൾ ഒന്നും വിട്ടു നൽകാൻ താൻ തയ്യാറല്ല എന്ന നിലപാടിലായിരുന്നു VD സതീശൻ ഉണ്ടായിരുന്നത്. അത് ഈ വിജ്ഞാപനത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ പുറത്തു വരുമ്പോൾ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും KC പക്ഷത്തിന്റെ സമ്മർദ്ദത്തിന് VD സതീശൻ വഴങ്ങിയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഘടകകക്ഷികളും കോൺഗ്രസും തമ്മിലുള്ള തർക്കങ്ങൾ അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് ഉന്നത വിദ്യാഭ്യാസവും ഫിഷറീസും തമ്മിലുണ്ടായിരുന്ന പ്രശ്നം. അത് മാത്രമല്ല, നൗഫൽ സൂചിപ്പിച്ച പോലെ അത് മാത്രമായിരുന്നില്ല പ്രശ്നം. കോൺഗ്രസിനുള്ളിൽ ഉള്ള ആഭ്യന്തര തർക്കങ്ങളും ഗ്രൂപ്പ് പോരും പക്ഷം പിടിക്കലും ഒക്കെ ഈ വകുപ്പ് വിഭജനം നീണ്ടുപോകാൻ കാരണമായിട്ടുണ്ട്. ആ പ്രശ്നവും പക്ഷേ 3ാമത്തെ ദിവസം പരിഹരിക്കപ്പെട്ടു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്ന കാര്യമാണ്. സാധാരണഗതിയിൽ സത്യപ്രതിജ്ഞ നടന്ന് കഴിഞ്ഞാൽ 2 മണിക്കൂറിനുള്ളിൽ പോർട്ട്ഫോളിയോ ഗവർണർക്ക് കൈമാറുന്നതാണ്. അങ്ങനെ ഗവർണർ അതിന്റെ വിജ്ഞാപനം ഇറക്കുന്നതാണ്. പക്ഷേ 3 ദിവസമായിട്ടും അത് ഇന്ന് രാവിലെ വരെ അത് കൈമാറാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് രാവിലെയാണ് അതിനകത്തൊരു അന്തിമ തീരുമാനമുണ്ടായി അത് കൈമാറിയിരിക്കുന്നത്. അത് മറ്റു വകുപ്പുകൾ ആർക്കൊക്കെയാണ് എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ ഞാനൊരു വ്യക്തത വരുത്തി തരാം നൗഫൽ.